നമസ്കാരം. ലോകകപ്പിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ജേതാക്കളായതോടെ അർജന്റീന നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രണ്ട് മത്സരങ്ങളിലും മികച്ച വിജയം നേടിയാണ് അർജന്റീന നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സരം പൂർത്തിയാകുമ്പോൾ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എതിരാളികൾക്ക് ഒരേ ഒരാളെ ശ്രദ്ധിച്ചാൽ മതി, ഒരാളെ മാത്രം തടയിട്ടാൽ മതി, എങ്കിൽ ആ മത്സരം വിജയിക്കാൻ കഴിയും എന്ന് എതിരാളികളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരം. ഓസ്ട്രിയക്കെതിരായ രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയുടെ പിഴവുകളാണ് മുഴച്ചു നിന്നത്. അൾജീരിയയെ പോലെയല്ല, ഓസ്ട്രിയ കുറെ കൂടി അർജന്റീനയെ വരിഞ്ഞു മുറുക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും. അർജന്റീനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോഴും മെസ്സിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ തന്ത്രങ്ങൾ മെനയുന്നു എന്നതാണ്. മെസ്സിയെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവുമില്ല. മെസ്സിയുടെ കഴിവ്, മെസ്സിയുടെ പ്രതിഭ, ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരത്തിന് ഇനി വിധേയമാകേണ്ട ഒന്നുമല്ല. അസാമാന്യമായ ഒരു പ്രതിഭാസമാണ് താനെന്ന് മെസ്സി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 39-ാം വയസ്സിലും മെസ്സിയുടെ ഈ കളി ലോകത്തിന് തന്നെ അത്ഭുതമാണ്. പക്ഷേ മെസ്സിയെ മാത്രം കേന്ദ്രീകരിച്ച് തന്ത്രങ്ങൾ മെനയുമ്പോൾ ചില പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ ഉയരുന്നത്. ഓസ്ട്രിയ വളരെ മനോഹരമായി മെസ്സി അടക്കമുള്ള അർജന്റീനയുടെ മുന്നേറ്റ നിരയെ പൂട്ടി. മധ്യനിരയിൽ പലപ്പോഴും താളം പിടിച്ചത് ഓസ്ട്രിയയാണ് എന്ന് നാം മനസ്സിലാക്കണം. പന്ത് ലഭിച്ച പന്തിനെ ഫിനിഷിംഗിലേക്ക് എത്തിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അർജന്റീനയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ്. ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ വിങ്ങുകളുടെ പ്രകടനം പാടെ നിരാശാജനകമായിരുന്നു. മധ്യനിരയിലും പലപ്പോഴും പാകപ്പിഴകളുണ്ടായി. ഇവിടെയാണ് ഒരു ചോദ്യം വളരെ സ്വാഭാവികമായും സ്കലോണിക്ക് മേൽ ഉയരുന്നത്. മെസ്സിക്കൊപ്പം ഒരു മികച്ച സ്ട്രൈക്കറെ കൂടി രംഗത്തിറക്കി ആ സ്ട്രൈക്കർക്ക് കൂടി പന്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഒരുപക്ഷെ മത്സരഫലം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകുമായിരുന്നില്ലേ? മെസ്സിക്കും കുറെ കൂടി സ്വാതന്ത്ര്യത്തോടെ കളിക്കാനുള്ള അവസരം ലഭിക്കില്ലേ? അത് അർജന്റീനയ്ക്ക് കുറെ കൂടി ഗുണകരമായി മാറുന്ന ഒന്നായിത്തീരില്ലേ? രണ്ടാം മത്സരത്തിലും അൽവാരസിന് ആദ്യ 11-ൽ സ്ഥാനം നൽകിയില്ല. അൽവാരസ് പിന്നീട് പകരക്കാരനായി രംഗത്തിറങ്ങുകയാണ് ചെയ്തത്. മികച്ച യുവതാരമെന്ന് പേരെടുത്ത നിക്കോപാസ് ആകട്ടെ രണ്ടാമത്തെ മത്സരത്തിൽ കളിക്കാനേ ഇറങ്ങിയില്ല. ഒന്നാമത്തെ മത്സരത്തിൽ മെസ്സിക്ക് പകരക്കാരനായി നിക്കോപാസ് കുറച്ചു സമയം കളിക്കളത്തിലുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ നിക്കോപാസിന് അവസരമേ ലഭിച്ചില്ല. കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്തും ഏറെക്കുറെ മെസ്സിയിലൂന്നിയായിരുന്നു തന്ത്രങ്ങൾ ഏറെയും മെനഞ്ഞത്. പക്ഷേ അന്ന് മറ്റൊരാൾ ആ ടീമിലുണ്ടായിരുന്നു, മാലാഖ എന്നറിയപ്പെട്ട ഡി മരിയ. വിങ്ങുകളിലൂടെ വന്ന് ആക്രമിച്ച് കളിച്ച് ഗോൾ കണ്ടെത്താൻ കഴിയുന്ന അസാമാന്യമായ ഒരു പ്രതിഭ തന്നെയായിരുന്നു ഡി മരിയ. ഡി മരിയയുടെ അഭാവം ഈ ടീമിൽ ഇപ്പോൾ നിഴലിച്ചു കാണാനുണ്ട്. ഡി മരിയയ്ക്ക് പകരക്കാരനാകുമെന്ന് കരുതിയിരുന്ന നിക്കോപാസിന് പക്ഷേ അവസരങ്ങൾ ലഭിച്ചിട്ടുമില്ല. സ്കലോണിക്ക് അതിന് പറയാൻ കാരണങ്ങളേറെ ഉണ്ടാകും. സ്കലോണിയുടെ തന്ത്രങ്ങളാകെ പാളിപ്പോയി എന്നതാണ് ഓസ്ട്രിയക്കെതിരായ മത്സരത്തിന്റെ ഫലം. മെസ്സി എന്നൊരാളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ ചിലപ്പോൾ തന്ത്രങ്ങൾ പൂർത്തിയാകണമെന്നില്ല. എതിർഗോൾ മുഖത്ത് ഏത് സമയവും ഗോൾ വിതക്കാൻ കഴിയുന്ന കളിക്കാരൻ തന്നെയാണ് മെസ്സി. പക്ഷെ മെസ്സിക്കും നല്ല കളി കാഴ്ചവെക്കാനുള്ള തന്ത്രങ്ങൾ കോച്ചിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകമാണ്. നോക്കൌട്ട് സ്റ്റേജ് മുതൽ വമ്പന്മാരെ നേരിടേണ്ട സാഹചര്യം അർജന്റീനയ്ക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഈ കളി പോരാ എന്ന് സാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.